എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല മൊരിഞ്ഞ ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഞാൻ ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അധികം മുറുകി കുഴക്കാൻ പാടില്ല. ഇങ്ങനെ വളരെ ഇങ്ങനെ അധികം മുറുകാതെ ഇങ്ങനെ മുറുകെ പിടിക്കാതെ ഇങ്ങനെ കുഴച്ചെടുക്കുക. എല്ലാ ഉള്ളി ഇങ്ങനെ വേർപെട്ടിങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ മുറുകെ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് കണ്ട ഇങ്ങനെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റിയിടണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് നല്ല മൊരിഞ്ഞ ഉള്ളിവട കിട്ടുക. പിഴിഞ്ഞിട്ട് മാറ്റിയിടുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ കണ്ട വെള്ളം ഇറ്റുന്നുണ്ടോ? ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് നല്ല മൊരിഞ്ഞ ഉള്ളിവട കിട്ടും. പിന്നെ അത്രയ്ക്ക് മൊരിഞ്ഞ ഉള്ളിവട വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കിട്ടും. നമുക്കിതെല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഇടാം. എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും നീരാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകം ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചതച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 ടേബിൾ സ്പൂണ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. മാവൊന്നും അധികമായി പോവരുത്. കാരണം പിന്നെ ഉള്ളിയുടെ അളവ് കുറഞ്ഞിട്ട് മാവ് കൂടുതലായാൽ ഈ ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചില ഇതിൽ കാണാറില്ലേ, മാവ് കൂടുതലായിരിക്കും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാവ് നോക്കിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ വേണം ചേർക്കാൻ. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കാൻ പാടില്ല. മാവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ഉള്ളിയിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക. നല്ല മുറുകെ പിടിച്ച് കുഴക്കരുത്. ഇങ്ങനെയൊന്ന് കുഴച്ചെടുത്തിട്ട് വരും. 3 മിനിറ്റെങ്കിലും ഇതിങ്ങനെ കുഴച്ചെടുത്തിരിക്കണം. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉരുളയാക്കാൻ പറ്റുന്നൊരു പാകമില്ലേ,
ആ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഈ ഒരു പാകമാണ് വേണ്ടത്. കണ്ടോ, ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഉരുളകളാക്കിയിട്ട് 2 കൈ കൊണ്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഒരു ഉള്ളിവടയുടെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്ക് വരാം. ഇതുപോലെ ഞാനെല്ലാം ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷേപ്പാക്കി വെച്ച ഉള്ളിവട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതാ ഇവിടെ നല്ല മൊരിഞ്ഞ ഉള്ളിവട റെഡിയായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ ഉള്ളിവടയാണ്. കട്ടൻ ചായയോടൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലൊരു ചൂട് കട്ടനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സായിട്ട് ഇങ്ങനെ ഒരു ചൂട് കട്ടനൊപ്പം ഇതുപോലൊരു ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.